നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ നമ്മുടെ അൻസാരി മുസ്ലിയാർ എന്ന് പറയുന്നൊരു മുസ്ലിയാരുണ്ട്. അദ്ദേഹം കുറച്ച് നല്ല പാട്ടുകളൊക്കെ എഴുതുന്ന മുസ്ലിയാരാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് പ്രഭാഷണങ്ങൾ കേൾക്കാനിടയായി. വളരെ രസകരമാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ യുക്തിവാദികളായ എക്സ് മുസ്ലിമായ ആരിഫ് ഹുസൈൻ്റെയും ഒയ് മുസ്ലിം എന്നറിയപ്പെടുന്ന ഫസൽ കാരാടിനെ അറിയാമായിരിക്കും. നമ്മളിവിടെ ലൈലൻഡ് വണ്ടി ഓടിക്കുന്ന കണക്ക് വീഡിയോ അവതരിപ്പിക്കുന്ന ആളാണ്. ഇങ്ങനെയൊക്കെ പുള്ളിയും ഒരു സംഘ അനുകൂലിയാണ്. മുസ്ലിമാണെന്ന് പറയും, പക്ഷേ സംഘ അനുകൂല വീഡിയോസൊക്കെയാണ് ഇടുന്നത്. അദ്ദേഹവും തമ്മിലുള്ള ഒരു സംഭാഷണം നമ്മുടെ ആരിഫ് ഹുസൈൻ തിരുവോത്തിൻ്റെ ചാനലിൽ കാണുവാനിടയായി. അപ്പോൾ അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്തെന്ന് വെച്ചാൽ, ഈ രണ്ടെണ്ണത്തിനെയും നോക്കിയിട്ട് അദ്ദേഹം പറയുന്നത് ആരുടെയും മരവാഴകൾ എടുത്തുകൊണ്ട് പോവുകയെന്ന് തനി തെക്കൻ കേരളം സ്റ്റൈലിൽ പറയുകയാണ്. കാരണം അത് ശരിയാണ്. രണ്ട് മരവാഴകളായിട്ടാണ് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ ആരിഫ് ഹുസൈൻ തിരുവോത്തിനെയും ഈ ഫസൽ കാരാട്ടിനെയും തോന്നുന്നത്. കാരണം അവരുടെ ചർച്ചയ്ക്കിടയിൽ ഫസൽ കാരാട്ട് പറയുന്ന ഒരു സംഗതിയുണ്ട്. കാരണം വേറെ ഇവിടത്തേക്കാളും വളരെ ഹാപ്പി ആയിട്ടാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. അതിലൊന്നും തർക്കമില്ല, അത് ശരിയാണ്. ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ, ഭാരതീയൻ എന്ന രീതിയിൽ നമ്മളങ്ങനെ വിശ്വസിക്കുക തന്നെ ചെയ്യുന്നു. പക്ഷേ അതിന് അദ്ദേഹം പറയുന്ന ഡെഫിനിഷനാണ് ഏറ്റവും രസകരം. അദ്ദേഹം പറയുന്നത്, ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് പ്രധാനമന്ത്രി എത്ര വേണമെങ്കിലും തെറി വിളിക്കാം, എന്ത് വേണോ എഴുതാം, നരേന്ദ്രമോദിയെ പറ്റി എന്ത് വേണോ എഴുതാം. അതാണ് അദ്ദേഹം സന്തോഷത്തിൻ്റെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഇൻഡെക്സ് ആയിട്ട് കൊടുക്കുന്നത്. എത്ര രസകരമെന്ന് നോക്കിയേ. നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ പ്രധാനമന്ത്രിയെ തെറി വിളിക്കുന്നതാണോ ഒരു സന്തോഷത്തിന് ഇൻഡെക്സ് ആയിട്ട് കാണുന്നത്? അപ്പോൾ ഈ നമ്മുടെ പുരോഗമനവാദികൾ, അല്ലെങ്കിൽ തങ്ങൾ സമൂഹത്തെ പരിഷ്കരിക്കാൻ ഇറങ്ങിയ രാജാറാം മോഹൻ റോയ്മാരാണെന്ന് സ്വയം നടിച്ചടക്കുന്ന ഈ ഫസൽ കാരാട്ടിൻ്റെയും ഈ ആരിഫ് ഹുസൈൻ തിരുവോത്തിൻ്റെയും ഒക്കെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അറിവ് അത്രത്തോളമേ ഉള്ളൂ എന്നാണ് എനിക്ക് വ്യക്തമാകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണുമ്പോൾ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.